തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ ചേരിപ്പോര് രൂക്ഷമാകുന്നു. സഹികെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക്കൊരുങ്ങുന്നു. കൊട്ടാരത്ത് സുഹ്റാബിയാണ് രാജിക്കത്ത് പാർട്ടിക്ക് കൈമാറിയത്. പാർട്ടിയുടെ നിരന്തരമായ സമ്മർദ്ദം മൂലം ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണെന്നും പ്രസിഡന്റ് സ്ഥാനം മോഹിച്ച് ചിലർ നടക്കുന്നുണ്ടെന്നും കൊട്ടാരത്ത് സുഹ്റാബി മീഡിയ ടൈംസിനോട് പറഞ്ഞു. 21ാം വാർഡിലെ റേഷൻ കട 16ാം വാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയും വാർഡ് മെമ്പർ അറിയാതെ സുഹ്റാബി ഒപ്പിട്ടതിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളാണ് രാജി വരെ എത്തി നിൽക്കുന്നത്. 16ാം വാർഡത്തെ ഒരു സ്ത്രീൻ്റെതാണ് ഈ റേഷൻ കട. അത് 21ാം വാർഡിലാണ്. അവിടെ ചൂണ്ടിക്കൽ രണ്ട് ഭാഗത്തും റേഷൻ കടകളുണ്ട് അവർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ റേഷൻ കട ഇങ്ങോട്ടേനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അവരതിൻ്റെ പേപ്പറെല്ലാം കളക്ടർ എത്തും, പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ എത്തൊക്കെ ഇവരെല്ലാ പേപ്പറും എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരോട് ആരോ പറഞ്ഞ് പ്രസിഡന്റിൻ്റെ ഒപ്പും കൂടി ഉണ്ടായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം സോൾവ് ആവുന്നത്. വാർഡ് മെമ്പർ ഒപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഫക്രുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഫക്രു ഇട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇവരിൻ്റെ അടുത്ത് വന്നാണ്. അപ്പം ഞാനതറിയില്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതിൽ ഒപ്പിട്ട് കൊടുത്ത് പറഞ്ഞാൽ അവരതിൽ എഴുതിയ മാറ്റർ കണ്ടാൽ ഞാനല്ല ഏതൊരു മനുഷ്യനും ഒപ്പിട്ട് കൊടുക്കും. കാരണം നല്ല നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. തെറ്റെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ വയ്യ. അതിനു വേണ്ടി നമ്മൾ വേറെന്ത് പറയണമെങ്കിലും ചെയ്തു പോവും, ആ രീതിയിലാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറ്റിയ തെറ്റിച്ചാൽ ഞാൻ ഫക്രു മെമ്പറോട് വിളിച്ചൊന്ന് ചോദിക്കാതെ ഒപ്പിട്ട് കൊടുത്തു. അതാണ്. അപ്പം ഞാൻ എവിടെ പോകാനുള്ള തിരക്കിലായിരുന്നു. ഇയാൾ ഇതായിട്ട് വന്ന് എൻ്റെ മൂത്താപ്പാൻ്റെ മകനും ഒപ്പുണ്ടായിരുന്നു. അപ്പോൾ മൂത്താപ്പാൻ്റെ മകന് ഇന്നെ ചതിക്കില്ലല്ലോ. അപ്പോൾ ഓനൊപ്പം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് സത്യമല്ലേ അറിയില്ല. ഇല്ല, അവരിന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനതറിയില്ല. വാർഡ് മെമ്പർ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നല്ല. അവൻ ആ സമയം വേറെ തിരക്കപ്പെട്ടോണ്ട് മറന്നുപോയി അറിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനോട്ട് വിളിച്ചതും ഇല്ല, ചോദിച്ചതും ഇല്ല. അതാണ് വിഷയം. റേഷൻ കട മാറി. 16ക്ക് വന്ന് റേഷൻ കട അവിടെ ഇതായി. പക്ഷെ ആ റേഷൻ കട മാറിയ ഉടനെ തന്നെ എനിക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ കലക്ടർ എത്തി 4 പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി അതിന് വേണ്ടതൊക്കെ സെറ്റാക്കി. പിന്നെ മന്ത്രിയുമായി പിന്നെ MLA ഇടപെട്ട് പുതിയ റേഷൻ കട 16ാം വാർഡിക്കും പഴയ റേഷൻ കട 21ക്കും മാറ്റാന്ന് ഉറപ്പിച്ചും ചെയ്താണ്. 21ാം വാർഡിൽ നിന്ന് റേഷൻ കട മാറ്റിയതുകൊണ്ട് 21ാം വാർഡിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? 21ാം വാർഡിലെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ആ കത്തിൽ അയാൾ എഴുതിയിരിക്കുന്നത്. കാരണം അതിന്റെ ഓണർ 16ാം വാർഡത്താണ്. അപ്പോൾ പിന്നെ ഈ കൊണ്ടുവന്ന് തന്ന ആൾക്ക് 2 റേഷൻ കട അവിടെ ഉണ്ടത്രേ, ചൂണ്ടിക്ക തന്നെ. അപ്പൊ ഈ ആളുകൾക്ക് ഈ പെങ്ങളെ റേഷൻ കടയിൽ നിന്ന് എന്നെ വാങ്ങണമെന്നില്ലല്ലോ. അപ്പുറം ഇപ്പുറം ഉണ്ടാകുമ്പോൾ പോയി വാങ്ങിക്കൂടാ. അതും ഇയാൾ തന്നെയാണല്ലോ. അയാളിനോട് പറഞ്ഞാണ് അതൊക്കെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? എന്തായാലും അയാൾ പറഞ്ഞ് ശരിയല്ലേ എന്നുള്ള രീതിയിലും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളം നിറയുന്ന ഒരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് ഈ പല്ലാറ്. ഇവർക്ക് എവിടെയും പോയി റേഷൻ വാങ്ങാൻ വരാൻ പറ്റൂല. അത്രയും ബുദ്ധിമുട്ടാണ് ജൂൺ ജൂലൈ 16ാം വാർഡത്തെ ആളുകൾക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിധി കിട്ടിയമാര്. പക്ഷെ അവര് ആദ്യം ഇത് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് റേഷൻ കട വേണം എന്നുള്ള ഈ 16ാം വാർഡേര്. പക്ഷെ അത് പിന്നെ നിലവിൽ അങ്ങനെ ഫോളോ അപ്പ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ലെറ്ററും പിന്നെ അതിൽ പ്രസിഡന്റ് ഒപ്പിട്ടതും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ആ ചെന്നപ്പോ പിന്നെ കലക്ടർ ഇങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്നുള്ളതിൽ അവർക്ക് അനുവാദം കൊടുത്താണ്. അതിപ്പോ ഞാൻ അതിലൊരു നിമിത്തം മാത്രമാണ്. പക്ഷെ ഇത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ നിരപരാധിയാണ് ആരും പറയും. ഞാൻ അതിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം അത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണേക്കാളും നല്ല രാജിവെക്കണമില്ല. ഇങ്ങനെ തുടരുന്നതിലും ഭേദം വീട്ടിൽ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നതാണെന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെക്കുമെന്ന് കൊട്ടാരത്ത് സുഹ്റാബി പറഞ്ഞു. ഇതെല്ലാം ചിലരുടെ സ്വാർത്ഥ താൽപര്യമാണെന്നും ഇത് കാണിച്ചെന്നും ഭയപ്പെടുത്താൻ നോക്കണ്ടെന്നും താൻ ഇഷ്ടപ്രകാരമാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും നേതൃത്വത്തിന് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്നും തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ
അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.